എല്ലാ മാസവും കൃത്യമായിട്ടൊരു എമൗണ്ട് സാലറി ആയിട്ട് വാങ്ങുന്നുണ്ട്. കൃത്യം 10 ദിവസത്തെ ഗ്യാപ്പിൽ ഇതെല്ലാം തീർന്നും പോകുന്നുണ്ട്. എന്നിട്ട് നമ്മളതിനെ വിളിക്കുന്നതോ മന്ത് എൻഡ് ക്രൈസിസ് എന്ന്. നന്നായി പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങുക, ലോൺ എടുത്ത് വീട് വെക്കുക, കാറ് വാങ്ങുക, ബൈക്ക് വാങ്ങുക, കല്യാണം കഴിക്കുക. ഇതാണോ ശരിക്കുള്ള ലൈഫ്? ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ടിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി. അങ്ങനെയാണോ? ഒരു സത്യം പറഞ്ഞു തരട്ടെ, മാസാവസാനം അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രാപ്പിലാണ്. ജോലിയുണ്ട്, സാലറി ഉണ്ട്, പക്ഷെ മന്ത് എൻഡ് ആവുമ്പോൾ കയ്യിൽ 10 പൈസ ഇല്ല. ഉറപ്പിച്ചോ, നിങ്ങളൊരു ഫൈനാൻഷ്യൽ ട്രാപ്പിലാണ്, അതായത് ഒരു സാമ്പത്തിക കെണിയിലാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 3 ഫൈനാൻഷ്യൽ കെണികളെ കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതുമാണ്. ഇതൊരു ബോറിംഗ് അഡ്വൈസ് അല്ല കേട്ടോ, ഇതൊരു റിയാലിറ്റി ചെക്കാണ്. ഇതാണ് 90% വരുന്ന മലയാളികളുടെയും സിറ്റുവേഷൻ. സാലറി എന്ന് പറയുന്നത് സേവ് ചെയ്യാനും വളർത്താനുള്ള ഒന്നല്ല, അതൊരു ഗസ്റ്റ് പോലെ വരുന്നു പോകുന്നു. അതിനെക്കുറിച്ച് യാതൊരു കൺട്രോളും ഇല്ല. സോ ഇവിടെ നമ്മളൊരു പോസ്റ്റ്മോർട്ടം നടത്തണം. ഈ ഒരു സാലറി കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആദ്യം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യണം. നമ്മൾ വിചാരിക്കും നമ്മളെ സ്പെൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടോ? എന്നാ പറ, കഴിഞ്ഞ മാസത്തെ സാലറി എവിടെയാ പോയത്? കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ മന്തി കഴിക്കാൻ പോയത്, സിനിമയ്ക്ക് പോയത്, ഒരു കാര്യമില്ലാണ്ട് വാങ്ങി വെച്ചൊരു ഹെഡ്സെറ്റ് ഇല്ല അവിടെ. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? മനസ്സിലെങ്കിലും കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടോ? ഞാൻ ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്യണം. ഒറ്റയ്ക്കിരിക്കുക, നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും എഴുതി വെക്കുക. 5 രൂപയുടെ മിഠായി മുതൽ 5000 രൂപയുടെ ഷോപ്പിംഗ് വരെ നിങ്ങൾ അതിൽ എഴുതി വെച്ചിരിക്കണം. ഇത് കാണുമ്പോൾ ശരിക്കും നിങ്ങൾ ഞെട്ടും. കാരണം വലിയ ചിലവുകളല്ല, മറിച്ച് നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ ചിലവുകളാണ് നമ്മളെ ശരിക്കും ദരിദ്രനാക്കുന്നത്. എല്ലാവരും പറയും ചിലവ് കുറയ്ക്കാൻ. പക്ഷെ എങ്ങനെ? ഈ ലൈഫ് ബോറടിപ്പിച്ചുകൊണ്ടാണോ ചിലവ് കുറയ്ക്കേണ്ടത്? നമ്മളെ ഫ്രണ്ട് ഒരു സിനിമയ്ക്ക് വിളിക്കുകയാണ്, അപ്പൊ ഞാനില്ല, എനിക്ക് പൈസ സേവ് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പിടിച്ചു വെക്കണം എന്നല്ല പറയുന്നത്, നമ്മുടെ ചിലവുകളിൽ 1% എങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് ഫസ്റ്റ് ടൈം ആലോചിച്ച് നോക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 30,000 രൂപ സാലറി ഉണ്ട്, അതിന്റെ 1% എത്രയാ? 300 രൂപ. ഒരു മാസം 300 രൂപ സേവ് ചെയ്യാൻ ഏത് ചെലവ് കുറയ്ക്കണമെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ആ 300 രൂപ എടുത്തിട്ട് ഒരു ഇൻഡെക്സ് ഫണ്ടിലോ അല്ലെങ്കിൽ ഒരു ചെറിയ SIP-യിലോ ഒരു ETF-ലോ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 300 രൂപ എന്ന് പറയുന്ന ചെറിയ എമൗണ്ട് അല്ല ഇവിടെ കാര്യം. ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെന്നതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം. നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർ തെണ്ടികളോട് പോവാൻ പറയും. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ നാട്ടുകാരെന്ത് പറയും എന്നതിനാണ് നമ്മൾ കൂടുതൽ വില കൊടുക്കാറ്. അയൽപക്കത്തെ ചേട്ടൻ ഒരു ഇന്നോവ എടുത്തു, അപ്പൊ ഞാൻ കുറഞ്ഞത് ഒരു കിയോ സെൽട്ടോസ് എങ്കിലും എടുക്കണ്ടേ? അളിയൻ ഒരു ഐഫോൺ എടുത്തു, അങ്ങനെ ആകുമ്പോൾ EMI ഇട്ട് ഞാനൊരു ഐഫോൺ എടുക്കണ്ടേ? നമ്മൾ ആദ്യമ മനുഷ്യരായിരുന്ന സമയത്ത് കൂട്ടത്തിൽ ഈ ട്രൈബ് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് കരുത്ത് കാണിക്കണമായിരുന്നു. ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ കരുത്ത് കാട്ടുന്നത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടാണ്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് നമ്മുടെ സാധനങ്ങളല്ല, ബാങ്കിന്റെ സാധനങ്ങളാണ്. അപ്പൊ നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയട്ടെ, നമ്മൾ സേഫ് സോണിലാണോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മാത്രം മതി. നിങ്ങൾ സേഫ് സോണിലാണോ എന്ന് നോക്കാൻ ഒരു കണക്കുണ്ട്, ഡെപ്റ്റ് ടു ഇൻകം റേഷ്യോ. വലിയ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സാലറിയുടെ 20 മുതൽ 30% കൂടുതൽ EMIക്ക് വേണ്ടി ചെലവാക്കാതിരിക്കുക. അങ്ങനെ ചെലവാക്കുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ ഡേഞ്ചർ സോൺ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ല, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുമല്ല, ബാങ്കിന് വേണ്ടിയാണ്. യു ആർ ബേസിക്കലി വർക്കിംഗ് ഫോർ ദ ബാങ്ക്. സോ അടുത്ത തവണ ഒരു ലോൺ എടുക്കുമ്പോഴും ക്രെഡിറ്റ് കാർഡ് ഉറക്കുമ്പോഴൊക്കെ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇതെന്റെ നീഡാണോ അതോ നിന്റെ ആർത്തിയാണോ എന്നുള്ളത്. ഹലോ, ആക്സിഡന്റോ? നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളെന്തോ സൂപ്പർമാനായിട്ടാണെന്നാ. അസുഖമൊന്നും വരില്ല, ജോലി പോവില്ല, ഇതിനെക്കുറിച്ചൊന്നും ആരും ശരിക്കും ആലോചിക്കുന്ന പോലും ഇല്ല. ഒരു ചെറിയ ആക്സിഡന്റ് അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ അത് മതി വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവന് ഒരൊറ്റ ബില്ലിൽ തീർന്നു പോകാൻ. പലരും ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി വാതോരാതെ ഒരുപാട് സംസാരിക്കാറുണ്ട്, ഷെയർ മാർക്കറ്റ്, ക്രിപ്റ്റോ, റിയൽ എസ്റ്റേറ്റ്. പക്ഷേ ഇതിനേക്കാളും വലുതാണ് സ്വന്തമായിട്ട് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയൊരു FD ഉണ്ടെന്നോ പാലക്കാട് കുറെ സ്ഥലം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നാളെ കയ്യിലെടുക്കാൻ പൈസ ഉണ്ടാവണം. അത് ഒരു FD-യിലോ അല്ലെങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിലോ ആയിരിക്കണം. അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ല. അതുപോലെ മറ്റൊരു കെണിയാണ് ആശുപത്രി ബില്ല്. ഇന്ത്യയിൽ ഇന്നത്തെ മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 14 മുതൽ 15% വരെയാണ്. അതായത് ഒരൊറ്റ ഹോസ്പിറ്റൽ ബില്ല് മാത്രം മതി നിങ്ങളുടെ ലൈഫ് ടൈം സമ്പാദ്യം ഇല്ലാതാക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷനിൽ സ്വന്തമായിട്ടൊരു ഇൻഷുറൻസ് എടുക്കുക എന്നത് ഒരു ഓപ്ഷൻ അല്ല, അതൊരു അത്യാവശ്യമാണ്. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ രോഗി മാത്രമല്ല ആവുന്നത്, അപ്പുറത്ത് നമ്മൾ ഫൈനാൻഷ്യലി തകരുകയും ചെയ്യുന്നുണ്ട്.
സോ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളെ വലിയ രീതിയിൽ സഹായിക്കും. ഇതൊന്നും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇതാണ് ഇതിന്റെ ശരിയായ റിയാലിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചിലവുകളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഓരോന്നിനെ കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ലൈഫിൽ അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമർജൻസി ഫണ്ട് കയ്യിൽ എപ്പോഴും കരുതുക. ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തിയാലേ നമുക്ക് ഭംഗിയായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത വീഡിയോ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ജേണി സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം.